ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ കണ്ടാലോ. എന്താ രാവിലെ ഞാനൊരു 6 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. 6 മണി പിന്നെ 6:15, 6:30 പിന്നെ 6:45 ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ പോയി ഞാൻ കർട്ടൻ തുറന്നു പുറത്തോട്ട് നോക്കിട്ടോ. ഇന്ന് നല്ല രീതിയിൽ മഴ പെയ്ത് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാത്രി നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യം കേട്ടോ, ബെഡ് നന്നായിട്ട് പുതപ്പുകളെല്ലാം ഞാൻ കറക്റ്റായിട്ട് വിരിച്ച് മടക്കി എടുത്ത് വെക്കും. കാരണം അത് ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ ഒരു ഭയങ്കര നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം അത് തന്നെ കൈയോടെ അങ്ങ് ചെയ്തു. കാരണം പിന്നീട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിക്കല്ലാതെ ഞാൻ പിന്നെ ഈ ബെഡ്റൂമിലോട്ട് വരാൻ ചാൻസ് കുറവായിരിക്കും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ചാർജറൊക്കെ എടുത്തിട്ട് എൻ്റെ മുടിയൊക്കെ ഞാനൊന്ന് കെട്ടാൻ വേണ്ടിയിട്ട് അഴിക്കുക കേട്ടോ. രാത്രി കിടക്കുന്ന സമയത്ത് ഒന്ന് മടക്കി കെട്ടി വെക്കുന്നതാണ്. അപ്പം മുടിയെ കുറച്ച് നേരം ഒന്ന് അഴിച്ചിട്ടതിന് ശേഷം കുറച്ച് നേരം പുറത്തോട്ട് നോക്കി നിന്നു. അതിന് ശേഷം ബാത്റൂമിൽ പോയിട്ട് ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോവുകയാണേ. അങ്ങനെ ഞാൻ എൻ്റെ ബ്രഷിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് പുറത്തോട്ട് വന്നു. ഫേസ് നന്നായിട്ട് രാവിലെ ഞാൻ കഴുകൂട്ടോ. അതിനുശേഷം ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ ചെയ്യും, സിറം യൂസ് ചെയ്യും. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ ഇടും. കുറച്ചുകൂടെ വൈകിയാണ് ഞാൻ എഴുന്നേൽക്കുന്നതെങ്കിൽ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ചെയ്തില്ല. കാരണം എനിക്ക് കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ജോലിക്ക് പോകാനുള്ളതാണ്. അപ്പം നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുക. അപ്പോൾ തൽക്കാലം ഞാനൊന്ന് വേഗം എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആവാനുള്ള പണിയാണ് ചെയ്തത്. അങ്ങനെ മുടിയൊക്കെ ഒന്ന് ഞാൻ വാരി പിടിച്ച് ചെറിയൊരു രീതിയിലൊരു പോണിറ്റെയിലൊക്കെ കെട്ടി. അതിനുശേഷം താഴത്തോട്ട് ഇറങ്ങും കേട്ടോ. താഴെയാണ് നമ്മുടെ കിച്ചണും ലോഞ്ചും ഉള്ളത്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി. എന്തായാലും എൻ്റെ മാവ് പുളിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദോശമാവും ഇഡ്ഡലി മാവൊക്കെ പെട്ടെന്ന് പുളിച്ചിട്ടു കേട്ടോ. അപ്പത്തിൻ്റെ മാവ് പുളിക്കാനായിരുന്നു കുറച്ച് പാട് വിൻ്റർ സമയത്ത്. പക്ഷെ ഇപ്പോൾ പുളിച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാനൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ചെന്നപ്പോൾ തൊട്ട്. അതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഞാൻ ഒതുക്കി വെച്ചു. കാരണം ഞാൻ ഓൾറെഡി ഇന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റത്. ഇപ്പം തന്നെ ടോണി വരാൻ സമയമാവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മാവൊക്കെ പുളിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ തന്നെ ഞാൻ സാമ്പാറും വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ കെട്ടിയവനും വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ചെറിയൊരു ഇഡ്ഡലി തട്ടാട്ടോ. അതിനകത്ത് 9 ഇഡ്ഡലി ഒരേ സമയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും 2 ട്രിപ്പ് ഉണ്ടാക്കണം. കാരണം എനിക്ക് ജോലിക്ക് പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകാനുള്ളതാണേ. കൂടെ ഞാൻ പറഞ്ഞില്ല ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ക്യാരറ്റും പൊട്ടറ്റോ ആയിരുന്നു ഉണ്ടായിരുന്നത്. പൊട്ടറ്റോ അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ക്യാരറ്റ് എൻ്റെ കയ്യിൽ ഒരു പകുതി കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ സമയമായി. അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ ഒരു സാമ്പാർ തട്ടിക്കൂട്ടുമാണ്. പൊട്ടറ്റോ അരിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിൽ സ്റ്റാർച്ചൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത്യാവശ്യം ഞാനൊരു പകുതി സവാള തന്നെ എടുത്തിട്ടുണ്ട്. കാരണം വേറെ വെജിറ്റബിൾസ് ഒന്നും സാമ്പാറിൽ ഇടാനില്ലാത്തതുകൊണ്ട് തന്നെ സാമ്പാറിന് കുറച്ച് കൊഴുപ്പും അതുപോലെ തന്നെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുക്കറിൽ പരിപ്പ് ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കുക്കറിലേക്ക് തന്നെ ഞാൻ കുറച്ച് സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി വേഗം തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി വെച്ചു കേട്ടോ. ചൂടാറിയാലല്ലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇഡ്ഡലി എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം സാമ്പാറിന് കാച്ചി ഒഴിക്കാനായിട്ടുള്ള കടുകും പൊടികളൊക്കെ കൂടി ഇട്ടിട്ടേ ഞാൻ താളിക്കും കേട്ടോ. എനിക്ക് എൻ്റെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന സാമ്പാർ ഇഷ്ടമല്ല. അത്യാവശ്യം നല്ല കുറുകിയിരിക്കുന്ന സാമ്പാറാണ് എനിക്കിഷ്ടം. ഞാൻ പല ടൈപ്പുള്ള സാമ്പാർ കഴിച്ചിട്ടുണ്ട്. ചിലവർ പരിപ്പിടാതെ വെക്കുന്ന സാമ്പാർ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം പരിപ്പിട്ട് അത്യാവശ്യം നല്ല കട്ടയിൽ കുറുകിയിരിക്കുന്ന സാമ്പാറാണ് എനിക്കിഷ്ടം. അന്ന് ഓവറായിട്ട് കുറുകിയിരിക്കുന്ന സാമ്പാർ ഇഷ്ടമല്ല. ഒരു സെമി ആയിട്ടുള്ളൊരു പരിപോലെ അങ്ങനെ ഇരിക്കുന്ന സാമ്പാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അടിപൊളിയായിട്ട് സാമ്പാർ വെക്കും. അപ്പോൾ അമ്മയുടെ സാമ്പാർ റെസിപ്പി ആയിട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സാമ്പാർ റെസിപ്പി ഭയങ്കര തട്ടിക്കൂട്ടാണ്. കാരണം എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഒട്ടും രാവിലെ. അതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ടിയൊരു സാമ്പാർ റെസിപ്പി ആട്ടോ. ശരിക്കും പറഞ്ഞാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് ഒരച്ച് ശർക്കര ചേർക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ശർക്കര ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ഇത്തിരി മുമ്പ് കാണിച്ചില്ലേ, അത് ഞാൻ ഡെയിലി രാവിലെ കുടിക്കുന്ന ഗ്ലൂട്ടോത്തൈൻ ഡ്രിങ്ക് ആട്ടോ. ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഉള്ള ജ്യൂസാണ്. അതിന് ഞാനിങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. രാവിലെ ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ അതൊരു ഐസ് ക്യൂബ് അതിനകത്തേക്ക് ഇട്ടിട്ട് കുടിക്കും. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. ഞാൻ ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫുഡൊക്കെ പാക്ക് ചെയ്തു. എനിക്ക് ജോലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് രാവിലെ ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ അതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തു. സാധാരണ എല്ലാ പാത്രങ്ങളും എനിക്ക് ടോണി കഴുകി തരാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ആൾ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയി കിടന്നോ, ഞാനെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി നേരെ പോയി കുളിച്ച് ഫ്രഷായി റെഡിയായി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഇതാട്ടോ ഞാൻ കൊണ്ടുപോകുന്ന ഫുഡ്. ഇഡ്ഡലി ഉണ്ട്, പിന്നെ മാഗിയുണ്ട്, പഴമുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഇഡ്ഡലി മാത്രമേ കഴിക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പോൾ പോകുന്നതിന് മുൻപ് ഞാനൊരു ഗ്ലാസ് ബനാനയും ബൂസ്റ്റും കൂടി ഇട്ടിട്ട് ഒരു സ്മൂത്തി പോലെ അടിച്ചു കുടിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. താങ്ക്